അഖിൽമാരാറിനെ പ്രത്യേകിച്ച് എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും നന്നായിരുന്നു. ആക്ഷനുണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അഖിൽമാരാർ മാത്രമല്ല എല്ലാ കാസ്റ്റും നന്നായിട്ട് കൂടുതലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറിയാണ്. ഫൈറ്റ് കോമഡി ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ ലൈവായിരുന്നു കാണാൻ പറ്റിയ ഒരു താങ്ക് യു. എങ്ങനത്തെ മൂവിയാ? എങ്ങനത്തെ മൂവിയാ? ഫാമിലി മൂവിയാണോ? എങ്ങനത്തെ മൂവിയാ? എല്ലാവരുടെ പെർഫോമൻസ്, അഖിൽമാരാരുടെ സൂപ്പർ സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ്. അഭിഷേക് നല്ല ഒരു മെസ്സേജ് മുന്നിലൂടെ നൽകുന്നില്ല. മെസ്സേജ് പടമുണ്ട്, നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള റിവ്യൂ എടുക്കുക. എല്ലാവർക്കും എടുത്തിട്ട് ഞാനിവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ എന്നെ നിന്ന് സമയം താങ്ക് യു. കഥാരുണ്ട്. അഭിഷേകാണെങ്കിലും മാറാറാണെങ്കിലും എല്ലാവരും വന്നിട്ട് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞെട്ടിച്ചോ? ഇത് സ്റ്റോറിയുടെ തീം കണ്ടപ്പോൾ എങ്ങനെ നടത്തില്ല? ഒരു റിവെഞ്ച് സ്റ്റോറി പോലെ ഫീൽ ചെയ്തോ? അഭിഷേകിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ അഭിഷേക് അവൻ്റെ ഇപ്പോൾ ആക്ഷൻ ആണെങ്കിലും ശരി, അഭിഷേക് ഒരു ഉണ്ടല്ലോ. എനിക്ക് ഒരു ഹീറോ ആയിട്ട് മുസ്ലിം ആണ് ചെയ്യുന്നത്. മാക്സിമം തന്നെ അഭിഷേക് ചെയ്യുന്നത് ഫൈറ്റിലും അവന് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര പ്രയാസമൊക്കെയാണ്. കാരണം ഇന്നത്തെ എല്ലാം അവന് കൊടുത്ത വിഷയം നന്നായിട്ട് മാക്സിമം ഗംഭീരാക്കി. തിയേറ്റർ കണ്ടിരിക്കുന്ന പടം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കിത് ഇങ്ങനെ കൺസിഡർ, അതായത് ഈ പറഞ്ഞ ഇവരുടെ ഇൻഡിപെൻഡന്റ് ടാലന്റ് ഒക്കെ കാണിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു മൂവി കൂടി ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ഇത് ഇവരുടെയൊക്കെ ഒരു കഴിവ്. ഇവരത് മലയാള സിനിമയിൽ അഭിനയിക്കാൻ കേപ്പബിൾ ആണെന്ന് കാണിക്കുന്ന ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, മുന്നേ അല്ലെങ്കിൽ അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല. സെലിനാണെങ്കിലും മാരാറാണെങ്കിലും അഭിയാണെങ്കിൽ. പക്ഷെ അത് ഫസ്റ്റ് നോക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, അവർ നന്നായിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് അവർ ജസ്റ്റ് പണം ചെയ്താക്കാൻ ചെയ്തല്ല. അവരെ സംബന്ധിച്ചോളം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത സ്ക്രിപ്റ്റ് എന്താണോ അവർ മാക്സിമം നന്നാക്കി ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ഫീലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പടം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായം അറിയിക്കണം. എന്തായാലും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ബിക്കോസ് അത്രയും സപ്പോർട്ട് തന്നു. ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, വളരാനുണ്ട്. പുതിയ പ്രോജക്റ്റാണ്. സിനിമയെ സ്നേഹിക്കുന്ന കുറേ പേര് കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി തകർത്തിട്ടുണ്ട്. എല്ലാവരും മൂവി ഒന്ന് കാണുക. ശരിക്കും പറഞ്ഞാൽ എത്രയും പേരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ സിനിമ എല്ലാവരും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. അവരുടെ മൂവി വിജയിക്കട്ടെ. അപ്പം എല്ലാവരും സപ്പോർട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഫാമിലീസിനൊന്നും കാണാൻ പറ്റുന്ന തീർച്ചയായിട്ടും അങ്ങനെ ഇന്ന കാറ്റഗറിയിലേക്ക് ഒതുങ്ങുന്ന ഒരു സിനിമ എൻഗേജ് ചെയ്യുന്ന മൂവിയല്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അതിനൊരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലല്ല ബിഗ് ബോസിലെ ആളുകളാണല്ലോ. അതായത് ഈ പറയുന്ന ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണല്ലോ ബിഗ് ബോസ്. അപ്പൊ അതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇതിനെ സിനിമയിലേക്ക് വന്നത്. അതായത് അഭിഷേകൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം ബിഗ് ബോസ് കണ്ടത് തന്നെ സിനിമയിലേക്ക് വരാനാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അഭിഷേക് ഒരു അച്ചീവ്മെന്റ് ആണ് ഈ പടം. തീർച്ചയായിട്ടും ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അഭിഷേകൊക്കെ നല്ല രീതിയിൽ അഭിഷേകിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കര രസമുണ്ട്. സെറിൻ്റെ അത്യാവശ്യം നന്നായിട്ട് അഖിലേട്ടനൊക്കെ
നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്. സ്വയം അഭിനേതാവിനെ സ്വന്തം അഭിനേതാവിനെ വിലയിരുത്തുമ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ എന്തായാലും എൻ്റെ അഭിനയം ഞാൻ മോശമെന്ന് പറഞ്ഞില്ല. എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിച്ചാൽ അവർക്കറിയാം, അവരെ പറഞ്ഞത്. ഞാൻ എന്തായാലും എൻ്റെ സിനിമ മോശം പറയില്ല, എൻ്റെ അഭിനയത്തെ ഞാൻ മോശം പറയില്ല. ബിഗ് ബോസിലുള്ള സാധാരണങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? അവർ എല്ലാവരും നല്ലത് പറഞ്ഞു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു. ഫിജു എല്ലാവരും കൊണ്ട് പറഞ്ഞത് ഒരു ഫ്യൂച്ചർ ഞാൻ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. സിവിൻ ചേട്ടനാണ് പറഞ്ഞത് ഒരു ഫ്യൂച്ചർ ഭയങ്കരമാണ്, എൻ്റെ അഭിനയ ഫ്യൂച്ചർ ഞാൻ നല്ലോണം കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഹാപ്പിയുണ്ട്. അങ്ങനെ ഒരു അഭിനയത്തെ കുറച്ചൊക്കെ പ്രശംസിക്കുന്നു, അത് ഭയങ്കര ഹാപ്പിയാണ്.